ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിവിടെ ഒരു വീട്ടില് ജോലിക്ക് നിൽക്കുക. ബന്ധുക്കളൊക്കെയോ? എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോ ആരുമില്ലാത്ത അവസ്ഥയിലാ ഞാൻ. എനിക്ക് ഇതുപോലൊരു ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നു. ആ ഏട്ടത്തിയമ്മയും ചേച്ചി പോലെ സുന്ദരിയാ. ഞാൻ ഇനിയും വരും. മാധവേട്ട, ചന്ദ്രു, ചന്ദ്രു, എന്തോ കുഴപ്പമുണ്ട്. അവളുടെ ഭർത്താവ് മാധവേട്ട, എന്താ ഇത്? വെറുതെ ടെൻഷൻ അടിച്ച് അസുഖം ഉണ്ടാക്കി വെക്കണോ? ചന്ദ്രു, പ്രകാശനുണ്ടോ മുറിയില്? ഉണ്ട് മാധവേട്ട. എന്താ മാധവേട്ട പ്രകാശനെ തിരക്കുന്നേ? പ്രായത്തിൻ്റെതാകാം, ചില സങ്കടങ്ങൾ അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല. മാധവേട്ട, ചാരി നിൽക്കാൻ ഒരു തൂണ് മനസ്സാവശ്യപ്പെടുന്നു. എന്റെ മോനല്ലേ പ്രകാശൻ, അവൻ കൂടെ വേണം. എന്നാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റൂ. പരസ്പരം കുറ്റപ്പെടുത്തിയാലും ആൺമക്കള് ആൺമക്കളാകാതിരിക്കില്ലല്ലോ. എന്റെ വിനുമോന്റെ ജീവിതമാണ് എനിക്ക് വലുത്. ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ ഒരുത്തം മുഖത്തു നോക്കി വിളിച്ചു പറയുമ്പോ എതിർത്ത് പറയാൻ നാവ് പോലും വഴങ്ങാത്തവനാ എന്റെ വിനു. അവന് നമ്മളെ ഉള്ളൂ. മാധവേട്ട, എന്താ ഇത്? കള്ളക്കഥകളുമായി വന്നു കയറിയവൻ തൊടുത്തുവിടുന്ന വാദങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ പ്രായം നരപ്പിച്ച മാധവൻ നായരുടെ ശബ്ദത്തിന് പറ്റുന്നില്ല. പ്രകാശനുണ്ടാവണം കൂടെ. ആദ്യമായിട്ട് എന്റെ മൂത്ത മോനോട് ഒരു കാര്യം അച്ഛൻ ആവശ്യപ്പെട്ടാൽ അവനത് തള്ളിക്കളയാൻ പറ്റുമോ ചന്ദ്രു? ഞാൻ അവനെ ഒന്ന് കാണട്ടെ. മാധവേട്ട, വേണ്ട. അച്ഛന് സ്വന്തം യൗവനം ദാനം ചെയ്ത മകന്റെ കഥ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മകനെ അല്ല ഞാൻ പ്രസവിച്ചത്. ചന്ദ്രു. അതെ മാധവേട്ട. ചന്ദ്രു, ഞാൻ ഒറ്റയ്ക്കെങ്ങനെ? മാധവേട്ട, മീനാക്ഷിയെ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഒരാളെ തിരക്കി വന്നു എന്ന് പറഞ്ഞ് പ്രകാശൻ അതിൽ സന്തോഷിക്കുകയുള്ളൂ. മീനാക്ഷിയെ എങ്ങനെ പുറത്താക്കാന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന പ്രകാശന് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമായിരിക്കും അത്. മാധവേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ. ഒരു നിഴല് പോലെ ഈ ചന്ദ്രികയില്ലേ കൂടെ? അതറിയാൻ ചന്ദ്രു, പക്ഷേ ഞാൻ മാധവേട്ട, ഈ നെഞ്ചിന്റെ താളം അണുവിട തെറ്റാതിരിക്കാൻ കാവലിരിക്കുന്നവളാ ഞാനുണ്ട് മാധവേട്ടന്റെ കൂടെ. അറിയാം. മാധവന്റെ ധൈര്യം അതാ. നമ്മുടെ മനസ്സൊന്ന് വേദനിച്ചാൽ അത് മനസ്സിലാക്കുന്ന മറ്റൊരു മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വിലപ്പെട്ടത്.
ക്ഷേത്രത്തിൽ കൊടുക്കാൻ എണ്ണയും സാമ്പ്രാണത്തിന് നാളികേരം ഒക്കെ വാങ്ങണ്ടേ? അത് അമ്പലത്തിന്റെ അടുത്തൊന്ന് വാങ്ങാം. ആ, ഞാനും കൂടെ വരാം. പെട്ടെന്ന് വരണേ. സോറി. ആ, സാരമില്ല, അറിയാതെ തട്ടിയതല്ലേ. അല്ല, ചേച്ചിയുടെ പേരെന്താ? ആ, മീനാക്ഷി. അല്ല, കുട്ടിയുടെ പേര്? പേര് അമ്മു. ആ, പറമ്മോ? അല്ല, അമ്മുന്നാ പേര്. വിയാറിന്റെ ഇനിഷ്യലാ. ഓ, അമ്മു, നല്ല പേര്. അല്ല, വീട്? വീടങ്ങ് അകലെയാ. ഞാനിവിടെ ഒരു വീട്ടില് ജോലിക്ക് നിൽക്കുക. ആ, ബന്ധുക്കളൊക്കെയോ? എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോ ആരുമില്ലാത്ത അവസ്ഥയിലാ ഞാൻ. എനിക്ക് ഇതുപോലൊരു ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നു. ആ ഏട്ടത്തിയമ്മയും ചേച്ചി പോലെ സുന്ദരിയാ. അമ്മു, എന്താ ഇത്? ഞാൻ അമ്മുന്റെ മുഖം ഒന്ന് കണ്ടില്ലല്ലോ. ആ മാസ്ക് ഒന്ന് മാറ്റോ? ഞാൻ പോട്ടെ, വന്നിട്ട് ഒരുപാട് നേരമായി. ഞാൻ പോവാണേ. ആ മുഖം ഒന്ന് കണ്ടോട്ടെ ഞാൻ. ഈ മുഖം കണ്ടപ്പോ എന്തോ മുൻജന്മ പരിചയം പോലെ. ഞാൻ പോട്ടെ. ആ, നിക്ക്, എന്റെ ഭർത്താവിനെ കാണണ്ടേ? അമ്മു കണ്ട് പരിചയപ്പെട്ടിട്ട് പോ. പിന്നെ ആവാം. ഏതായാലും ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്ന ഒരാളായിരിക്കും. ആ, അതെങ്ങനെ അറിയാം? അത് ചേച്ചിയുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ അറിയാലോ. ആ, എന്നാ ഞാൻ പോട്ടെ. മാനത്തെ കൊട്ടാ